ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ്. മറ്റേതൊരു രാഷ്ട്രീയ സാമുദായിക സംഘടനയെ പോലെയല്ല ജമാഅത്തെ ഇസ്ലാമി. അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേരെ റിപ്ലിക്കാണ്. സമാന സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണ്. രണ്ടിൻ്റെയും ഐഡിയോളജി എന്നുള്ളത് മതരാഷ്ട്രവാദമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് അപകടങ്ങളെ ഫലപ്രദമായി തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. രണ്ടും ഒരേപോലെ എതിർക്കപ്പെടേണ്ട പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്വത്വവാദം അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ കണ്ണോടെ കാര്യങ്ങളെ കാണുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ട് തരത്തിൽ കാണുന്ന അവസ്ഥയാണ്. അതായത് ഭൂരിപക്ഷ വർഗീയതയെ വേട്ടക്കാരെന്നും ന്യൂനപക്ഷ വർഗീയതയെ ഇരകളെന്നും ചിത്രീകരിക്കുന്ന ഒരു രൂപകമുണ്ട്. ഈ രൂപകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമൂഹ്യ വീക്ഷണം, രാഷ്ട്രീയ വീക്ഷണം എല്ലാം ചിട്ടപ്പെടുത്താൻ അല്ലെ ക്രമപ്പെടുത്താൻ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പക്ഷം ചേരേണ്ടി വരും. സാംസ്കാരിക ബോധമുള്ള ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ മിക്കവാറും ന്യൂനപക്ഷ വർഗീയതയുടെ പക്ഷം ചേരാനാണ് ആഗ്രഹിക്കുക. അല്ലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പക്ഷം ചേരാം, അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്വത്വത്തെ സംരക്ഷിക്കുക എന്നുള്ള രാഷ്ട്രീയത്തിൻ്റെ പക്ഷം ചേരാം. അപ്പോൾ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൈവിടുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ രാഷ്ട്രീയ യുക്തികളാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൻ ഉയർത്തേണ്ട, ഒരു ഭരണകൂടത്തിന് എതിരെ ഉയർത്തേണ്ട രാഷ്ട്രീയ യുക്തികളെല്ലാം നാം വിസ്മരിക്കുകയും നമ്മൾ കേവലം ഈ സ്വത്വ രാഷ്ട്രീയ കുരുക്കിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭൂരിപക്ഷ സ്വത്വ രാഷ്ട്രീയ നിർമ്മിതിയുടെ സ്വത്വ രാഷ്ട്ര നിർമ്മിതിയുടെ പടയാളികളായി മാറിപ്പോകും. നമ്മൾ അറിയാതെ തന്നെ പടയാളികളായി മാറിപ്പോകും. കാരണം ഇത് രണ്ടും ഒരേ രാഷ്ട്രീയത്തിൻ്റെ ഭിന്നമുഖങ്ങളാണ്. ഒരാൾ ഭീമനാണെങ്കിൽ മറ്റാൾ കീചകനാണ്, ഒരാൾ കൃഷ്ണനാണെങ്കിൽ മറ്റാൾ കംസനാണ്. ഇത് ഒരേ രാഷ്ട്രീയ യുക്തികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ മാത്രമാണ്. അപ്പം ഇതിൽ നിന്ന് വ്യതിരിക്തമായ ഒരു മേഖല വേണ്ടതുണ്ട്. കാരണം ലോകമെങ്ങും വലതുപക്ഷം അതിജീവിക്കാൻ അടുത്തണിഞ്ഞ ഒരു മുഖമാണ് സ്വത്വ രാഷ്ട്രീയം എന്നുള്ളത്. ഇപ്പം ട്രംപിനെ പോലുള്ള ഒരാൾ പോലും വംശീയവാദത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നത് ഈ സാമ്രാജ്യത്വ പദ്ധതിയുടെ പരിസരത്ത് നിന്നാണ്. അതേപോലെ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഈ സാമ്രാജ്യത്വ പദ്ധതിയുടെ പരിസരത്ത് നിന്നാണ്. അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഇഷ്യൂ ഈ സാമ്രാജ്യത്വ പദ്ധതിയുടെ പരിസരത്ത് നിന്നാണ്. ഇതിൻ്റെയൊക്കെ അന്തർധാര സാമ്പത്തികമായുള്ളതാണ്. അതായത് സാമ്പത്തിക ചൂഷണമായിട്ട് ബന്ധപ്പെട്ടാണ്, കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഈ രാഷ്ട്രീയ യുക്തിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സ്വത്വവാദം അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ രാഷ്ട്രീയ നിർവഹണത്തിൻ്റെ അല്ലെ സാമ്രാജ്യത്വ രാഷ്ട്രീയ യുക്തികളുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വിപുലപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് മാർക്സിസത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ ചിന്താ പദ്ധതിയാണ് സ്വത്വവാദം അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മതേതര പ്രസ്ഥാനങ്ങളെ മിക്കതിനെയും ഈ സ്വത്വ രാഷ്ട്രീയം വിഴുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചു, ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചു, അവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളെ മുഴുവൻ സ്വത്വ രാഷ്ട്രീയം വിഴുങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ അപകടത്തിലേക്കാണ് കേരളം അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ യുക്തിക്ക് പ്രതിയോഗിയായി ഇവിടെ മാറുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ കേരളത്തിൽ നാളെ കുറച്ചു കാലം കഴിഞ്ഞാൽ സംഘപരിവാർ ഒരു വശത്തും ജമാഅത്ത് ഇസ്ലാമി രണ്ടാം പക്ഷത്തും എന്ന രൂപത്തിലേക്ക് കേരള രാഷ്ട്രീയം പുനഃസംഘടിക്കപ്പെടും.
മറ്റൊരു സെക്കുലർ സ്പേസ് എന്നുള്ളത് കേരളത്തിൽ ഉണ്ടാവില്ല. എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലത്തിൽ പടർന്നു കയറിയത്? അവരാദ്യം ചെയ്തത് ഒരു സാമുദായിക സംഘടന എന്ന രീതിയിലല്ല അവർ പ്രവർത്തിച്ചു തുടങ്ങിയത്. കൃത്യമായിട്ട് ഇസ്ലാമിക രാഷ്ട്രീയം സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അവരാദ്യം ചെയ്തത് കേരളത്തിലെ മൈക്രോ പൊളിറ്റിക്സ് സമരമുഖങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതി സമരമുഖങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. പരിസ്ഥിതി വികസന സമരമുഖങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അങ്ങനെ അവർ മെല്ലെ മെല്ലെ ആളുകളെ സംഘടിപ്പിച്ചു. അവർക്ക് അനുകൂലമായ മാധ്യമങ്ങളെ ഉണ്ടാക്കി. മാധ്യമം പോലെ, മീഡിയ വൺ പോലെ അവർക്ക് അനുകൂലമായ ജിഹകളെ ഉണ്ടാക്കിയിട്ട് ആ ജിഹകളിൽ പൊതു സ്വീകാര്യരായ മനുഷ്യരെ ഇരുത്തുകയും അവരുടെ ലേഖനങ്ങൾ നിരന്തരം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ മാധ്യമങ്ങളിൽ എഴുതുന്നത് കൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി വിമർശനത്തിൽ നിന്ന് അവരെ നിശബ്ദരാക്കാൻ കഴിയും. ഈ എല്ലാ ബുദ്ധിജീവികളെയും ജമാഅത്ത് ഇസ്ലാമി വിമർശനത്തിൽ നിന്ന് നിശബ്ദരാക്കാൻ കഴിയുകയും മറുഭാഗത്തുള്ള സ്വത്വ രാഷ്ട്രീയത്തെ വിമർശിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുക. അങ്ങനെ പതിയെ പതിയെ കേരളത്തിൻ്റെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇടയിലേക്ക് ഇവർക്ക് വലിയ സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സമീപകാലത്ത് നേരിട്ട പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വത്തിന് ഈ സ്വത്വ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് കേരളത്തിൻ്റെ മതേതര രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. നിങ്ങൾ ആലോചിക്കണം, ബാബറി മസ്ജിദ് തകർച്ച എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു സ്വത്വ രാഷ്ട്രീയ പ്രശ്നത്തെ, ഭൂരിപക്ഷ സ്വത്വ രാഷ്ട്രീയ പ്രശ്നത്തെ, ആ പ്രശ്നത്തിന് വഴങ്ങാതെ നിന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ ഇന്ന് അവർക്കത് നിൽക്കാൻ കഴിയില്ല. കാരണം അവരുടെ അണികളെ ആര് ക്യാപ്ചർ ചെയ്തു? അവരുടെ മാധ്യമങ്ങൾ വഴി ജമാഅത്ത് ഇസ്ലാമി തങ്ങളുടെ മാധ്യമങ്ങൾ വഴി ലീഗ് അണികളെ മെല്ലെ 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 തങ്ങളുടെ പക്ഷം ചേർത്തു. ഈ പക്ഷം ചേർക്കൽ കൊണ്ട് ലീഗ് നേതൃത്വത്തിന് ജമാഅത്ത് ഇസ്ലാമിക്ക് പൂർണ്ണമായും കീഴടങ്ങേണ്ടി വന്നു. ഇപ്പം ലീഗിലുള്ള എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ള അവസ്ഥ വന്നു. ഇപ്പം ലീഗ് അണികൾ സംസാരിക്കുന്ന ഭാഷ എന്നുള്ളത് മതേതരത്തിൻ്റെ ഭാഷയല്ല, നേരെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഭാഷയായിട്ട് മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഷു ദിവസം ലീഗിൻ്റെ ഒരു വനിതാ നേതാവ് ഒരു വിഷു ആഘോഷത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അവർ നേരിടേണ്ടി വരുന്ന അധിക്ഷേപങ്ങളുടെ കമൻറ്റ് ബോക്സുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എന്താണ് സംഭവിക്കുന്നത്. പൂർണ്ണമായും മതേതര രാഷ്ട്രീയം കൈവിടുകയും അതൊരു ഇസ്ലാമിക രാഷ്ട്രവാദത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഇത്തരക്കാരാണ് നാളെ കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരാൻ പോകുന്നത്. വിദ്യാഭ്യാസം പോലുള്ള പല വകുപ്പുകളും ഈ ഒരു ശരീഅത്ത് മൂല്യബോധത്തിൽ അധിഷ്ഠിതമായി പുനഃസംഘടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പതിയെ പതിയെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വർഗീയവാദം പറയുകയാണെന്ന്. കാരണം ഓരോരുത്തർ പങ്കിടുന്ന മൂല്യബോധമാണ് അവരുടെ പ്രവർത്തനത്തെ ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നത് മതേതര പുരോഗമന മൂല്യബോധമാണ്. കാരണം എൻ്റെ പ്രത്യയശാസ്ത്രം എന്നുള്ളത് മതേതര പുരോഗമന പ്രത്യയശാസ്ത്രമാണ്. എൻ്റെ പ്രവർത്തനം എന്നുള്ളത് മതേതര പുരോഗമന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. അപ്പോൾ ഏതൊരാൾ പങ്കിടുന്ന മൂല്യബോധം അയാളുടെ പ്രവർത്തനത്തെ നിർണ്ണയിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇവരെല്ലാം ഭരണാധികാരികൾ മാറുന്ന അവസ്ഥയിൽ ഇവർ ഇന്ത്യൻ ഭരണഘടനയോടാണോ കൂറ് പുലർത്തുക, അല്ലെങ്കിൽ ഇവർ പുലർത്തുന്ന മതധാർമ്മിക ബോധത്തോടാണ് കൂറ് പുലർത്തുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിൻ്റെ അടുത്ത ഘട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ ഈ സാമുദായിക ധ്രുവീകരണത്തെ ഒന്നുകൂടി ആക്സിലറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവരുടെ സമീപ ദിവസത്തെ പോസ്റ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ടെൻഷനെ ഉദ്ദീപിപ്പിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഒരു പക്ഷത്ത് CPM-നെ അല്ലെങ്കിൽ സംഘപരിവാറിനോട് CPM-നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരവസ്ഥ നിർമ്മിച്ചുകൊണ്ട് മറുഭാഗത്ത് ഞങ്ങൾ ഇസ്ലാമിക ന്യൂനപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു മുന്നണി ഉണ്ടാക്കി ഇവർ തമ്മിലുള്ള സംഘർഷം എന്നുള്ളത്, ഈ സംഘർഷത്തെ ആക്സിലറേറ്റ് ചെയ്യുക. ആ ആക്സിലറേഷനിലൂടെ ഹിന്ദു മുസ്ലിം ദ്വന്ദ്വ സംഘർഷം അല്ലെങ്കിൽ സ്വത്വ സംഘർഷം എന്ന ഒരു വ്യാജ നിർമ്മിതിയിലേക്ക് കൊണ്ടുപോരുകയും കേരളത്തിലെ ഒരു വമ്പൻ കലാപത്തിലേക്ക് നയിക്കുക എന്നുള്ള ഗൂഢപദ്ധതിയാണ് ഇതിലുള്ളത്. ഇത് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അവർ ധരിക്കരുത്. സംഘപരിവാർ കേരളത്തിൽ എത്രമാത്രം അപകടമാണോ അത്രയും അപകടമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം.
നിങ്ങൾ ചോദിക്കാം, ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ? അല്ല, അതല്ല കാരണം. പ്രത്യയശാസ്ത്രമാണ് പ്രശ്നം. ഇവർ പങ്കിടുന്ന പ്രത്യയശാസ്ത്ര മൂല്യം, ഇവർ സമൂഹത്തിൽ സന്നിവേശിക്കുന്ന മൂല്യങ്ങൾ, ഇതാണ് പ്രശ്നം. ഈ മൂല്യങ്ങളിൽ ആകൃഷ്ടരാകുന്ന ജനത, അവർ ഈ മതമൂല്യങ്ങളിലാണ് ആകൃഷ്ടരാകുന്നത്. ഇസ്ലാമിക രാഷ്ട്രവാദ മൂല്യങ്ങളിലാണ് ആകൃഷ്ടരാകുന്നത്. സംഘപരിവാറാകട്ടെ ഹൈന്ദവ രാഷ്ട്ര മൂല്യബോധത്തിലാണ് ആകൃഷ്ടരാകുന്നത്. ഇവർ തമ്മിലുള്ള ഈ സംഘർഷത്തെ ഉദ്ദീപിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത് സംഘപരിവാറിൻ്റെയും മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ ചോർന്നു പോകുന്നത് മതേതര ജനാധിപത്യ വ്യവസ്ഥയാവും. ഈ അപകടത്തെയാണ് ഞാൻ ഈ ഹ്രസ്വ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. ബൈ.